ഈ കേസ് വാദിക്കാൻ ഞാൻ തീരുമാനിച്ചു. വക്കീൽ ഫീസെല്ലാം അനു തരുമെന്നാണ് ഈ കുട്ടി എന്നോട് പറഞ്ഞത്. ആനന്ദ് ചിരിച്ചു. അത് ഞാൻ മുൻപ് തന്നെ മനസ്സിലുറച്ചതാണ്. ഇവർക്ക് വാക്കും കൊടുത്തിരുന്നു. അപ്പോൾ ഫീസിൻ്റെ കാര്യത്തിൽ തീരുമാനമായ സ്ഥിതിക്ക് കേസിൻ്റെ ആസ്പദമായ എന്തൊക്കെ കയ്യിലുണ്ടോ അതെല്ലാം എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചേക്ക്. മിത്രയുടെ മുഖത്തേക്ക് നോക്കിയാണ് അയാളത് പറഞ്ഞത്. ഞാൻ മൂർത്തി അങ്കിളിനോട് പറയാം. 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം സാറിനെ കാണാൻ വരും. നേരം കുറേയായി. വേറെ ഒന്നും പറയാനില്ലെങ്കിൽ നമുക്കിറങ്ങാം. കുടിക്കാനൊന്നും കിട്ടിയില്ലല്ലോ. ഞാൻ അകത്തേക്ക് ചെന്ന് പറയാം. ഇറങ്ങാൻ ആനന്ദ് തിരക്ക് കൂട്ടിയതും ലക്ഷ്മണൻ പോറ്റി അകത്തേക്ക് നടക്കാൻ തുടങ്ങി. വേണ്ട സാർ, കുടിക്കുന്നതെല്ലാം ഇനി ഒരിക്കലാകാം. ലക്ഷ്മണൻ പോറ്റിയോട് യാത്ര പറഞ്ഞ് അവൾ ആനന്ദിൻ്റെ കൂടെ കാറിൽ കയറി. നനുത്ത ചിരിയോടെ നോക്കി നിന്ന അയാൾക്ക് നേരെ അവൾ അതേ ചിരിയോടെ കൈവീശി കാണിച്ചു. കാർ കണ്ണിൽ നിന്നും മറഞ്ഞതും അയാൾ പൂമുഖത്തേക്ക് കയറി. ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നാണ് അയാൾ ആ നിമിഷം ചിന്തിച്ചത്. കീഴത്തൂർ തറവാടിൻ്റെ പടിപ്പുര കടന്ന് അകത്തേക്ക് കാർ പ്രവേശിച്ചതും മിത്രയുടെ ഉള്ളിൽ ഒരു തണുപ്പ് നിറഞ്ഞു. മുൻപ് ഇവിടെ വന്നപ്പോൾ തോന്നാത്തൊരു വികാരം ഇന്നവളിൽ ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു. താൻ പിറന്നു വീഴേണ്ട തറവാട്, തൻ്റെ കുഞ്ഞിക്കാലടികൾ പതിയേണ്ട മുറ്റത്തെ പഞ്ചാരമണൽ, തൻ്റെ ചിരിയും കരച്ചിലും പ്രതിധ്വനിക്കേണ്ട ചുവരുകൾ. അകത്തളങ്ങളിൽ എവിടെ നിന്നോ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ അതിനകമ്പടിയെന്നോണം മുത്തശ്ശിയുടെ സാന്ത്വനം കേൾക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ കരയിപ്പിക്കാതെ നോക്കാൻ ഇവിടെ ആരുമില്ലേ? മുത്തശ്ശൻ്റെ കാർക്കശ്യം നിറഞ്ഞ ചോദ്യം. ഓർമ്മകളുടെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിക്കുന്ന ശബ്ദവീചികളിൽ അവളുടെ മിഴികൾ നിറഞ്ഞുപോയി. അഗ്നിയെ വീടെത്തി, ഇറങ്ങുന്നില്ലേ? ദേ പൂമുഖത്ത് എൻ്റെ അച്ഛനും അമ്മയും നിന്നെ കാത്തു നിൽക്കുന്നു. ഈ സിംഹക്കുട്ടി ഇന്ന് ഈ തറവാട്ടിലേക്ക് കയറി വരുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ കാത്തുനിൽപ്പ്. വാ. ഡോർ തുറന്നുകൊണ്ട് പുറത്തേക്ക് ക്ഷണിക്കുന്ന ആനന്ദ് സാറിനെ അവൾ നിറഞ്ഞ കണ്ണുകളാൽ നോക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ചാരി നിന്നുകൊണ്ട് തറവാട്ടിനുള്ളിലേക്ക് കയറാനൊരാഗ്രഹം. എന്തു ചെയ്യും? അവൾ ആ നിമിഷം ചിന്തിച്ചത് അങ്ങനെയാണ്. പതിയെ കാറിൽ നിന്നും ഇറങ്ങി പൂമുഖത്തേക്ക് നടക്കുമ്പോൾ പൂമുഖപ്പടിയിൽ തട്ടി വീഴും പോലെ ഒരു അഭിനയം. പെട്ടെന്ന് തന്നെ ആനന്ദ് ഗംഗാധറിൻ്റെ കൈകൾ അവളെ വലയം ചെയ്തിരുന്നു. വീഴാൻ പോകുന്നെന്ന വേചേന അവൾ ആ നെഞ്ചിൽ ചാരി തന്നെയാണ് പൂമുഖത്തേക്ക് കയറിയത്. പുഞ്ചിരിക്കുന്ന 2 മുഖങ്ങളിലേക്കാണ് നേരെ നോക്കിയത്. മുത്തശ്ശനും മുത്തശ്ശിയും. എന്തു ചെയ്യാം, യോഗമില്ലാതെ പോയി. അങ്ങനെ ആശ്വസിച്ചുകൊണ്ട് അവൾ അവരുടെ നേർക്ക് നോക്കി പുഞ്ചിരിച്ചു. ഈ പുലിക്കുട്ടിയെ ശരിക്കും ഒന്ന് കാണണമെന്ന് ഇന്ന് ഞാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ. ഗംഗാധരൻ പോറ്റി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവളുടെ നേർക്ക് നടന്നു ചെന്നത്. അല്ലെങ്കിലും പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം. ആനന്ദിൻ്റെ അമ്മ സത്യഭാമയുടേതായിരുന്നു കമൻറ്റ്. അവളുടെ കണ്ണുകൾ മുത്തശ്ശിയെ ആകമാനം ഒന്നൊഴിഞ്ഞു. മുത്തശ്ശി സുന്ദരിയാണല്ലോ. അവളാ കവളിൽ മൃദുവായി ഒന്ന് തൊട്ടു. അവർക്ക് അത് നന്നായി ബോധിച്ചു. മനോഹരമായ ഒരു പുഞ്ചിരി തന്നെയായിരുന്നു അതിനുള്ള മറുപടി. പൂമുഖത്ത് കയറി നിന്നപ്പോഴേക്കും ആനന്ദ് അവളിൽ നിന്നും കൈയെടുത്തിരുന്നു. ദീപു അകത്തെ മുറിയിലുണ്ട്. അമ്മേ, അഗ്നിക്ക് ദീപുവിനെ ഒന്ന് കാണിച്ചു കൊടുക്ക്. വാ മോളെ. സത്യഭാമ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. നടുമുറി വരെ അവൾ അന്ന് വന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാഴ്ചകൾ ഒന്നും പുതുമയുള്ളതായിരുന്നില്ല. നടുമുറിയിൽ നിന്നും ഒരു ഇടനാഴിയിലേക്കാണ് സത്യഭാമ ഇറങ്ങിയത്. പിന്നാലെ മിത്രയും. ഇടനാഴി ചെന്ന് അവസാനിക്കുന്നത് നടുമുറ്റത്താണ്. മീനൂട്ടിയുടെ തറവാട് പോലെ തന്നെ മിത്ര മനസ്സിൽ ഓർത്തു. വരാന്തയെ ചുറ്റിത്തിരിഞ്ഞ് വടക്ക് പടിഞ്ഞാറുള്ള ഒരു മുറിക്ക് മുന്നിലെത്തി സത്യഭാമ. മോളെ ദീപു, ദീപു മോളെ, വാതിൽ തുറക്ക്. 2-3 തവണ വാതിലിൽ തട്ടി വിളിച്ചതിന് ശേഷമാണ് ഉള്ളിൽ നിന്നും വാതിൽ തുറക്കപ്പെട്ടത്. തുറന്ന വാതിലിനപ്പുറത്ത് നിൽക്കുന്നത് ദീപു തന്നെയാണോ എന്ന് മിത്രയ്ക്ക് സംശയമായി. മിത്രയെ കണ്ട നിമിഷം ദീപികയുടെ മിഴികളിലും ഒരു അവിശ്വസനീയതയുണ്ടായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളെ മുന്നിൽ കണ്ടതുപോലെ. ദീപു എന്ന് വിളിച്ചുകൊണ്ട് മിത്ര മുറിക്കുള്ളിലേക്ക് ചെന്നവളെ കെട്ടിപ്പിടിച്ചു. നിർവികാരതയോടെ നിന്നതല്ലാതെ അപ്പുറത്ത് പ്രതികരണമൊന്നും ഉണ്ടായില്ല. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടാവുമെന്നറിയാം. എന്നാലും എനിക്ക് നിന്നെ കണ്ടേ തീരൂ. അതാ ഞാൻ സാറിൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നത്. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല മിത്ര. ചില തിരിച്ചറിവുകൾ എന്നിലേക്ക് എത്താൻ നീ ഒരു നിമിത്തമായി എന്ന് മാത്രം. അയാൾ ജന്മം കൊണ്ട് എൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കാം. എന്നാൽ അയാളുടെ ഉള്ളിൽ അച്ഛൻ എന്ന വാക്കിൻ്റെ ഒരല്പം പോലും സ്നേഹമില്ലായിരുന്നു. അമ്മ മരിക്കുന്നതിൻ്റെ തലേ ദിവസം എന്നോട് പറഞ്ഞിരുന്നു എന്നെ അഡോപ്റ്റ് ചെയ്തതാണെന്ന്. അമ്മയ്ക്ക് പോലും അറിയില്ലെന്ന് സ്വന്തം മകളെ തന്നെയാണ് അഡോപ്റ്റ് ചെയ്ത് ആ മനുഷ്യൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചതെന്ന്. എൻ്റെ അമ്മ എന്നെ എത്ര സ്നേഹത്തോടെ വളർത്തിയതാണ് മിത്ര. നിനക്ക് തോന്നിയിരുന്നോ ഞാൻ എൻ്റെ അമ്മയുടെ മകളല്ലെന്ന്? സ്വന്തമല്ലാതിരുന്നിട്ടും അമ്മ എന്നെ എത്ര വാത്സല്യത്തോടെ വളർത്തി. അച്ഛനെന്ന് പറയുന്ന അയാൾ എന്നോട് കാട്ടിയതെന്താണ്? സ്വന്തം മകളാണെന്നറിയാമായിരുന്നിട്ടും എന്നെ കൊല്ലാൻ നോക്കിയില്ലേ? അന്നാ റോഡിൽ വെച്ച് നിന്റെ സിദ്ധുവേട്ടൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്നെ അയാളുടെ ആൾക്കാർ കൊല്ലുമായിരുന്നില്ലേ? പണത്തിനു വേണ്ടി ബന്ധങ്ങൾക്ക് വില പറയുന്നവനല്ലേ അയാൾ? പ്രസവിച്ച അമ്മ തൊട്ടടുത്തുണ്ടായിട്ടും ഒരു നോക്ക് പോലും കാണാൻ പറ്റാതിരുന്ന ഗതഭാഗിയായ മകൾ. തൻ്റെ ചുമലിൽ മുഖമമർത്തി ദീപ് പൊട്ടിക്കരയുമ്പോൾ ഒരാശ്വാസം പോലെ മിത്രയുടെ കൈകൾ അവളുടെ മുടിയിഴകളെ തഴുകിക്കൊണ്ടിരുന്നു.
ഒരു നാണയത്തിൻ്റെ മറുപുറങ്ങൾ പോലെയായി രണ്ടുപേരുടെയും ജീവിതമെന്നാണ് മിത്ര ആ നിമിഷം ചിന്തിച്ചത്. മിത്ര. പെട്ടെന്ന് അവൾ മിത്രയുടെ തോളിൽ നിന്നും മുഖമുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വിളിച്ചു. അയാൾ ഇനി ജയിലിൽ നിന്നും പുറത്തേക്ക് വരരുത്. പെട്ടെന്നൊന്നും മരിക്കുകയും ചെയ്യരുത്. ജയിലിൽ കിടന്ന് നരകിച്ച് തീരണം അയാളുടെ ജീവിതം. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കൊന്നും ഈ ജന്മം കൊണ്ട് അയാൾക്ക് മോക്ഷം കിട്ടരുത്. അടുത്ത ജന്മവും പാപഭാരവും പേറി അയാൾ ജീവിക്കണം. അയാൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് എൻ്റെ മീനൂട്ടിയും സിദ്ധുവേട്ടനും അച്ഛനും ഹൃദയം പൊട്ടി കരയുന്നതും ഞാൻ കാണേണ്ടി വരും. അതെന്തിനാണെന്ന് ദീപികയ്ക്ക് മനസ്സിലായില്ല. അവൾ ചോദ്യഭാവത്തിൽ മിത്രയെ നോക്കി. അന്ന് ആനന്ദ് സാർ എനിക്ക് തന്നത് പ്രോജക്റ്റ് ആയിരുന്നില്ല ദീപു, അതൊരു കുരുക്കായിരുന്നു. അഴിക്കാൻ നോക്കും തോറും മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു കുരുക്ക്. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വാ പറയാം. മിത്ര വാതിലിന് പുറത്തേക്ക് നോക്കിയപ്പോൾ സത്യഭാമ അവിടെ ഉണ്ടായിരുന്നില്ല. മിത്രയെ മുറിയിലാക്കിയതും അവർ തിരിച്ചു പോയിരുന്നു. മിത്ര ഡോറടച്ച് ലോക്ക് ചെയ്തു. അതിനുശേഷം ദീപുവിനെയും കൂട്ടി കട്ടിലിൽ വന്നിരുന്നു. ദീപിക ഹരിനന്ദൻ ശരിക്കും ദീപിക ഹരിനന്ദൻ തന്നെയായിരുന്നു അല്ലേ? അഡോപ്റ്റ് ചെയ്താണെങ്കിലും അയാൾ നിന്റെ അച്ഛൻ തന്നെയാണല്ലോ. എന്നാൽ എൻ്റെ അവസ്ഥ അതല്ല. എന്നെ പ്രസവിച്ചത് മീനൂട്ടിയല്ല. എനിക്ക് ജന്മം തന്നത് എൻ്റെ അച്ഛൻ അനന്തപത്മനാഭനുമല്ല. ചുണക്കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ദീപികയ്ക്കും മനസ്സിലായി മിത്ര പറയുന്നതൊന്നും തമാശയല്ലെന്ന്. മിത്ര, എന്താ കാര്യം? എന്താണെങ്കിലും തെളിച്ചു പറയൂ. ഇപ്പോൾ നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അച്ഛൻ, അതായത് എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിൽ ഒരാളുടെ പേര് ആനന്ദ് ഗംഗാധർ എന്നാണ്. ദീപുവിൽ ഞെട്ടലുയർന്ന സ്വരം. അപ്പോൾ അമ്മയെ എനിക്ക് വർഷങ്ങളായി അറിയാം. ഞാൻ മകളാണെന്ന് അമ്മയ്ക്കറിയാം. എനിക്കതറിയില്ലെങ്കിലും ഞാൻ എൻ്റെ അമ്മയെ പോലെ തന്നെ സ്നേഹിച്ചു. അതാരാണെന്ന് ഞാനിപ്പോൾ പറയില്ല. നീ കേട്ടതൊന്നും ആനന്ദ് സാറിൻ്റെ അടുത്ത് പറയരുത്. കാരണം ചിലപ്പോൾ കോടതിയിൽ ഇതൊന്നും പ്രഹസനമായില്ലെങ്കിൽ എൻ്റെ ജന്മരഹസ്യം അങ്ങനെ തന്നെ കിടക്കട്ടെ. പിന്നീട് അവൾ ഹരിനന്ദൻ പറഞ്ഞ കഥ മുഴുവൻ ദീപുവിനോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കിടയിലെയും വില്ലൻ അയാൾ തന്നെയാണല്ലേ? അവൾ വേദന കലർന്ന സ്വരത്തിൽ ചോദിച്ചു. അതെ, അയാൾ തന്നെ. മിത്ര ദീപുവിൻ്റെ മുഖം കയ്യിലെടുത്ത് കണ്ണുകളൊക്കെ തുടച്ചു കൊടുത്തു. വിഷമിക്കരുത്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ കോളേജിലേക്ക് വരണം. അവിടെ നിനക്ക് പ്രിയപ്പെട്ടവരെല്ലാം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ഞാനുണ്ടല്ലോ. നമ്മളിപ്പോൾ തുല്യ ദുഃഖിതരല്ലേ? നമുക്ക് പരസ്പരം ആശ്വസിപ്പിക്കാം. സമയം കുറയായില്ലേ? എനിക്ക് പോകണം. മുത്തശ്ശി കാത്തിരിക്കുന്നുണ്ടാവും. ദീപുവിന് ആ പറഞ്ഞത് മനസ്സിലായില്ല. ഞാനിന്ന് മീനൂട്ടിയുടെ തറവാട്ടിലാണ്, മുത്തശ്ശിക്കൊപ്പം. ഇപ്പോൾ കാണിക്കുന്ന സ്നേഹമൊക്കെ സത്യമറിഞ്ഞാൽ പോകില്ലേ മിത്ര? സ്വന്തം പേരക്കുട്ടിയല്ല എന്നറിയുമ്പോൾ അവർ നിന്നെ വെറുക്കില്ലേ? അവിടെയാണ് ട്വിസ്റ്റ്. എങ്ങനെ വന്നാലും ഞാൻ മുത്തശ്ശിയുടെ പേരക്കുട്ടിയാണ്. അത്രമാത്രം നീ ഇപ്പോൾ അറിഞ്ഞാൽ മതി കേട്ടോ. സത്യഭാമ ഉണ്ടാക്കി കൊടുത്ത ചായയും പലഹാരങ്ങളും കഴിച്ച് എല്ലാവരോടും സ്നേഹപൂർവ്വം യാത്ര പറഞ്ഞിട്ടാണ് മിത്ര ആനന്ദിനോടൊപ്പം അവിടെ നിന്നിറങ്ങിയത്. ചന്ദ്രോത്ത് തറവാടിൻ്റെ പടിപ്പുരയിലെത്തുവോളം അവർ തമ്മിൽ മിണ്ടിയില്ല. പടിപ്പുരയ്ക്ക് മുന്നിൽ കാർ നിർത്തിയതും അവൾ ഡോർ തുറന്നിറങ്ങി. ഗേറ്റ് തുറക്കട്ടെ സാർ? കാർ അകത്തേക്ക് കയറ്റുന്നുണ്ടോ? അവൾ കുനിഞ്ഞു നിന്നുകൊണ്ട് ആനന്ദിനോട് ചോദിച്ചു. ഇല്ല, ഞാൻ കയറുന്നില്ല. പിന്നീട് ഒരിക്കലാവട്ടെ. നീ എങ്ങനെയാ നാളെ കോളേജിൽ വരുന്നത്? എന്നെ കൂട്ടിക്കൊണ്ടുപോവോ? അയാൾ ചോദിക്കാൻ കാത്തിരുന്നത് പോലെ അവൾ കുറുമ്പ് കലർന്ന സ്വരത്തിൽ തിരിച്ചു ചോദിച്ചു. അതിനെന്താ, നീ വിളിക്ക്. എൻ്റെ നമ്പർ നിനക്കറിയാവുന്നതല്ലേ? ചിരിച്ചുകൊണ്ടവൾ തലയാട്ടി. അതിനുശേഷം പടിപ്പുര തുറന്ന് ഉള്ളിലേക്ക് കയറിപ്പോയി. അവൾ കണ്ണിൽ നിന്നും മറഞ്ഞിട്ടും അയാൾ അങ്ങനെ തന്നെ ഇരുന്നു. ആ പടിപ്പുരയ്ക്കുള്ളിൽ ഒരു കാലത്ത് അയാളുടെ സർവസ്വമായിരുന്നവൾ ജീവിച്ചിരുന്നെന്ന് ഓർക്കുമ്പോൾ അയാളുടെ നെഞ്ചിലൊരു വിങ്ങലുയർന്നു. വീണ്ടും കണ്ടുമുട്ടാൻ യോഗമുണ്ടെങ്കിൽ, വീണ്ടും ഒരുമിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ നിന്റെയും നമ്മുടെ കുഞ്ഞിൻ്റെയും കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് ഞാൻ ഈ പടിപ്പുര കയറും. മനസ്സിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ കാർ മുൻപോട്ടെടുത്തു.